ഹായ്, ഇന്ന് ഫോർ യു ചാനൽ നിങ്ങൾക്കായി കൊണ്ടുവരുന്നത് ഒരു ഫ്രീ എനർജി സോഴ്സ് മോഡലാണ്. അതിന്റെ ഡിസൈനിലേക്കും മറ്റും കടക്കുന്നതിന് മുൻപ് ഈ ആശയം എങ്ങനെ ഉണ്ടായി, അത് എങ്ങനെ അതിന്റെ പ്രായോഗികത നിർണ്ണയിച്ചു എന്നൊക്കെ നിങ്ങൾ അറിയേണ്ടതുണ്ട്. കാരണം ഇതുപോലെ പലരുടെയും മനസ്സിൽ പല ആശയങ്ങളും പൊട്ടിമുളക്കാറുണ്ട്. എന്നാൽ അത് പരീക്ഷിക്കുവാനോ അതിനെക്കുറിച്ച് ഗഹനമായി പഠിച്ചു വിലയിരുത്തുവാനോ ആർക്കും സമയം കിട്ടാറില്ല. പിന്നീട് അത് നിങ്ങളുടെ മനസ്സിൽ തന്നെ ആ ഐഡിയ ഒതുങ്ങിപ്പോകും. അവിടെയാണ് ഈ വീഡിയോയുടെ പ്രസക്തി. അതുകൊണ്ട് വീഡിയോ മുഴുവനായി കാണുക. അപ്പോൾ പരീക്ഷണത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. നമ്മുടെ ചുറ്റും സർവ്വസാധാരണമായി കാണപ്പെടുന്ന നാച്ചുറൽ എനർജി ഫോമുകളാണ് സോളാർ എനർജി, വിൻഡ് എനർജി, പൊട്ടൻഷ്യൽ എനർജി എന്നിവ. ഇവയുടെ സഹായത്തോടെ ഒരു ബാറ്ററി ഇല്ലാതെ തന്നെ എങ്ങനെ രാത്രിയിൽ ഒരു ലൈറ്റ് കത്തിക്കാം എന്നുള്ള ചിന്തയിൽ നിന്നുമാണ് ഈ പരീക്ഷണം ഉടലെടുക്കുന്നത്. ഇതിനായി ഓരോ എനർജി ഫോർമുലകളുടെ അവൈലബിലിറ്റി നമുക്ക് പരിശോധിക്കാം. സോളാർ എനർജി, ഇത് നമുക്ക് പകൽ സമയത്ത് മാത്രം കിട്ടുന്ന ഒരു എനർജിയാണ്. വിൻഡ് എനർജി, ഇത് നമുക്ക് പകലും രാത്രിയിൽ ലാഭിക്കാം, പക്ഷെ നിരന്തരമായി ലഭിക്കണമെന്നില്ല. പൊട്ടൻഷ്യൽ എനർജി അഥവാ സ്ഥിതികോർജ്ജം, ഇത് ഒരു നിശ്ചിത മാസമുള്ള വസ്തു ഇരിക്കുന്ന ഉയരത്തിനു അനുസരിച്ച് അതിനുണ്ടാകുന്ന ഊർജ്ജമാണ്. ഈ പരീക്ഷണത്തിന്റെ ലക്ഷ്യം ഒരു 10 വാട്ട്സ് LED ബൾബ് ബാറ്ററി ഇല്ലാതെ രാത്രിയിൽ കത്തിക്കുക എന്നതാണ്. ഇതിനായി മേൽപ്പറഞ്ഞ എനർജികൾ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് നമുക്ക് നോക്കാം. രാവിലെ കിട്ടുന്ന സോളാർ എനർജിയും വിൻഡ് എനർജിയും ഒക്കെ ഉപയോഗിച്ച് ഒരു മാസമുള്ള വസ്തുവിനെ മുകളിലേക്ക് ഒരു മോട്ടോറിന്റെ സഹായത്തോടെ ഉയർത്തി അത് ഒരു പൊട്ടൻഷ്യൽ എനർജിയാക്കി രാത്രിയിലേക്ക് സൂക്ഷിക്കുക. എന്നിട്ട് രാത്രിയാകുമ്പോൾ ഈ മാസമുള്ള വസ്തുവിനെ നിർപ്പാതം താഴത്തേക്ക് പതിപ്പിക്കുക. അപ്പോഴുള്ള കൈനറ്റിക് എനർജി ഒരു DC ഡൈനാമോയുടെ സഹായത്തോടെ ബൾബ് കത്തിക്കുവാനുള്ള ഇലക്ട്രിക് എനർജിയായി മാറ്റുക. ഇതാണ് നമ്മൾ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന പരീക്ഷണം. ഇതെല്ലാം സെറ്റ് ചെയ്തു പരീക്ഷണം വിജയിക്കുമോ ഇല്ലയോ എന്നുള്ള സംശയത്തിൽ പലരും ഇതുപോലുള്ള ഐഡിയകൾ റിസൾട്ട് അറിയാതെ ഉപേക്ഷിക്കാറാണ് പതിവ്. എന്നാൽ ഇന്ന് ടെക്നോളജിയുടെ സഹായത്തോടെ നിങ്ങൾക്ക് ഈ പരീക്ഷണം വിജയിക്കുമോ ഇല്ലയോ എന്നൊക്കെ മിനിറ്റുകൾക്കുള്ളിൽ അറിയുവാൻ സാധിക്കും. നിങ്ങൾ ഒരു ഫിസിക്സ് വിദ്വാൻ ആകണമെന്നില്ല. ചെയ്യേണ്ടത് ഇത്രമാത്രം: ChatGPT ഓപ്പൺ ചെയ്തു നിങ്ങളുടെ ഐഡിയ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് അറിയേണ്ട ഡീറ്റെയിൽസ് ഒന്നൊന്നായി ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ ഫോർമുല അല്ലെങ്കിൽ ഇക്വേഷൻസ് വെച്ച് നിങ്ങൾക്ക് വേണ്ട വിശദീകരണം ലഭിക്കും. അത് വായിച്ചാൽ തന്നെ നിങ്ങളുടെ ഐഡിയ ഒരു പ്രായോഗികമായ ഒന്നാണോ എന്നറിയുവാൻ സാധിക്കും. ഉദാഹരണത്തിന്, മേൽപ്പറഞ്ഞ ഒരു പ്രോജക്റ്റ് സാധ്യമാകുമോ എന്നറിയുവാൻ വീഡിയോയിൽ കാണുന്ന പോലെ ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചു അവസാനം നമുക്ക് നിർമ്മിക്കുവാൻ കഴിയുന്ന മാക്സിമം എനർജി ChatGPT വഴി തന്നെ എനിക്കറിയുവാൻ സാധിച്ചു. അതിൽ നിന്നും ഇത് ഒരു പ്രായോഗികമായ ഒരു പ്രൊജക്റ്റാണോ എന്നും അറിയുവാൻ കഴിഞ്ഞു. ഇങ്ങനെ ചെയ്തതിലൂടെ പരീക്ഷണത്തിനുള്ള സാധനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള സമയവും റിസോഴ്സും ലാഭിക്കുവാൻ കഴിഞ്ഞു. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിഞ്ഞു. ഇനി തുടക്കത്തിൽ പറഞ്ഞ പ്രൊജക്റ്റ് എത്രമാത്രം പ്രായോഗികമാണെന്ന് നമുക്ക് പരിശോധിക്കാം. Potential energy equation: E is equal to mgh, where m is mass in kilogram, g is 9.8 meter per second square, h is height in meters. 1 watt-hours is equal to 3600 joules. So for 10 watts bulb to light, 6 hours requires 60 watts-hour, and 60 Wh 216,000 joules. For example, if mass is equal to 100 kilogram and height is equal to 3 meters, total potential energy 100 times 9.8 times 3 2940 joules. 100 കിലോ ഉള്ള ഒരു ഭാരം താഴേക്ക് 3 മീറ്റർ മുകളിൽ നിന്നും ഇട്ടാൽ കിട്ടാവുന്ന ഊർജ്ജം 2940 ജൂൾസ് ആണ്. എന്നാൽ നമുക്കാവശ്യമായ 60 വാട്ട് ഹവറിന് തുല്യമായ ഊർജ്ജം 2,16,000 ആണ്. അതായത് നമുക്ക് ആവശ്യമായ എനർജിയുടെ 100 മടങ്ങോളം കുറവാണ് നിർമ്മിക്കപ്പെടുന്ന ഊർജ്ജം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസൈൻ പ്രായോഗികമല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇനി നിങ്ങൾക്കും ഇതുപോലുള്ള സംശയങ്ങളും ഐഡിയയും ഒക്കെ ഈ രീതിയിൽ വിലയിരുത്താവുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. പീസ്.